നമസ്കാരം. ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനുജ. ആദ്യ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇപിക്കെതിരെ നടപടിയില്ല. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ ഇ.പി. ജയരാജനെ പിന്തുണച്ച് CPIM. LDF കൺവീനറായി ഇ.പി. ജയരാജൻ തുടരും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇ.പി. ജയരാജന് നിർദ്ദേശം നൽകി. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ഇ.പി. ജയരാജൻ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് വിവാദമാക്കുന്നതെന്നാണ് ഇ.പി. ജയരാജന്റെ വിശദീകരണം. ഇ.പി. ജയരാജന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും LDF കൺവീനറായി തുടരുമെന്നും MP ഗോവിന്ദൻ വ്യക്തമാക്കി. ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടിയിൽ പറയേണ്ടതില്ല. നയപരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളുണ്ടെങ്കിൽ പാർട്ടിയിൽ അറിയിച്ചാൽ മതിയെന്നും MP ഗോവിന്ദൻ. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ഒരുതരം പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ഉത്തരവാദി? ഞങ്ങൾ നടപടിയെടുക്കാതെ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക? അങ്ങനെയുള്ള നടപടിയെടുക്കേണ്ട ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ ഇപ്പോഴും. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വികാരനിർഭരനായാണ് ഇ.പി. ജയരാജൻ സംസാരിച്ചത്. കുറച്ചു നാളായി തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തെറ്റായ രീതികളാണ്. നിങ്ങൾ വ്യക്തിഹത്യ നടത്താൻ ആസൂത്രിതമായി നടത്തിയൊരു ഗൂഢാലോചനയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. ഇത് പാർട്ടിക്ക് മാത്രം, ജനങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്. നിങ്ങളെ പത്രങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞാൻ നിയമ നടപടി ആർക്കൊക്കെ എതിരായി നോക്കണമെന്നുള്ളത് കാര്യങ്ങളെല്ലാം വെച്ച് നിയമ നടപടി സ്വീകരിക്കും. TG നന്ദകുമാറുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും ഇ.പി.യോട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. അതിനിടെ ഇ.പി. ജയരാജനെതിരെ വീണ്ടും ആരോപണവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. LDF-ൽ അസ്വസ്ഥതയുള്ളതുകൊണ്ടാകാം ജയരാജൻ BJP-യിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇ.പി. ജയരാജനെ തള്ളി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം രംഗത്തെത്തി. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ലാവ്ലിൻ കേസ് ഒത്തുതീർപ്പാക്കാനാണെന്ന് TG നന്ദകുമാർ 24-നോട് വെളിപ്പെടുത്തി. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ഇ.പി. ജയരാജനുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പുതിയ ആരോപണം. LDF നേതാക്കൾ ഫ്രോഡെന്ന് വിളിച്ച TG നന്ദകുമാറിനെ ഇ.പി. ജയരാജൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും ശോഭാ സുരേന്ദ്രൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപി എന്ന് വിളിച്ച, വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന് വിളിച്ച, ഫ്രോഡ് എന്ന് വിളിച്ച അതേ നന്ദകുമാറിനെ ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ ശ്രീമാൻ ഇ.പി. ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം മുഴുവൻ നോക്കിക്കണ്ടതാണ്. ശോഭാ സുരേന്ദ്രന് പിന്നാലെ ഇ.പിക്കെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി TG നന്ദകുമാർ. പിണറായി വിജയന് ഗുണം കിട്ടുന്ന SNCയിൽ ആരെയും കൺസീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജയരാജൻ ആവേശം കയറി. 1-5 കേസ് വരുന്നുണ്ട് സുപ്രീം കോടതി. നിങ്ങൾ കണ്ടോ? അത് ജൂലൈയിലേക്ക് വെച്ചു. അപ്പോഴത്തേക്കും ഇന്ത്യയിലെ ഇലക്ഷൻ കഴിയും. ജൂൺ 4 റിസൾട്ട് വരും. റിസൾട്ട് ഗുണകരമാണ് NDAക്ക്. പഴയ 18-1 വീണ്ടും സംഭവിച്ചാൽ 18 UDF, ഒരു LDF, ഒരു NDA ആണെങ്കിൽ ഒരു SNC ഉണ്ടാവില്ല. പിന്നെ ഇ.പി. ജയരാജനെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി K. രാജൻ. റെക്കോർഡ് ചെയ്യാത്ത ഫോണുകൾ വളരെ കുറവായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സ്വകാര്യം പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അത് തിരിച്ചറിഞ്ഞ് ജനപ്രതിനിധികൾ, ജനാധിപത്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കൾ കാണിക്കേണ്ട ജാഗ്രതയുണ്ട്. വിശദാംശങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ജയരാജൻ ജാഗ്രത പുലർത്തണമെന്ന ജോസ് കെ മാണി. മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ജാഗ്രത പുലർത്തണമായിരുന്നു. അത് ജാഗ്രത പുലർത്തേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം. ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച മറച്ചുവെക്കാനാണ് തനിക്കെതിരായ വർഗീയാരോപണം ഉന്നയിച്ചതെന്ന് ഷാഫി പറമ്പിൽ. കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചത് കൊണ്ട് വാർത്തയിലെ ഇടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല. വിവാദങ്ങൾക്ക് പിന്നാലെ ഇ.പി. ജയരാജനെ ഉന്നമിട്ട CPIM സൈബർ ഗ്രൂപ്പുകളും രംഗത്തുണ്ട്. പി. ജയരാജനെ വാഴ്ത്തിയും ഇ.പി. ജയരാജനെ വിമർശിച്ചുമാണ് പോസ്റ്റുകൾ. ഇ.പി. ജയരാജനെ തൊടാൻ മുഖ്യമന്ത്രിക്കും CPIM-നും ഭയമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശിച്ചു. 24 തിരുവനന്തപുരം. ചൂടിലൊരുകി നാട്.
സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. അസാധാരണമായ ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാട്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ചൂട് ഇനിയും കൂടുകയാണെങ്കിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24 പറഞ്ഞു. സംസ്ഥാനത്തെ തൊഴിൽ സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടി. നിർദ്ദേശ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാഹചര്യം ആരോഗ്യവകുപ്പ് വിലയിരുത്തി. ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ പാലക്കാട് ഓറഞ്ച് അലർട്ടും കൊല്ലം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോഴിക്കോട് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലായിരിക്കും അനുഭവവേദ്യമാകുക. അടുത്ത ദിവസങ്ങളിലും അതിതീവ്രമായ ചൂട് തുടരാനാണ് സാധ്യത. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടി. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അസഹനീയമായ ചൂട് തുടരുന്നതിനാൽ ആരോഗ്യവകുപ്പ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വേനൽ മഴ തുടരാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് വേനൽ മഴ സാധ്യത. മധ്യ തെക്കൻ കേരളത്തിലെ മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴ ലഭിച്ചേക്കും. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിലെ കൊടും ചൂടിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം. മെയ് 2 വരെയാണ് അടച്ചിടൽ. പകൽ സമയത്തെ കായിക പരിശീലനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനം. ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന മെയ് 2 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ ചികിത്സയിലുള്ള ആശുപത്രി വാർഡുകളിലും വയോജന മന്ദിരങ്ങളിലും കൂളറുകൾ സ്ഥാപിക്കണം. മൈതാനങ്ങളിലും മറ്റും നടക്കുന്ന കായിക വിനോദങ്ങൾ 11 മുതൽ 3 മണിവരെ അനുവദിക്കില്ല. റെഡ് അലർട്ട് നൽകിയാൽ ഇരുചക്ര വാഹനങ്ങൾ പുറത്തിറക്കുന്നതിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും ജില്ലയിലെ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കാണേണ്ടതാണെന്നും ജില്ലാ കളക്ടർ എസ് ചിത്ര 24 പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ്. അപ്പോൾ അത് ലംഘിച്ചാൽ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാവും. പഞ്ചായത്തുകൾക്ക് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ ജില്ല ആയതുകൊണ്ട് എല്ലായിടത്തും ഒരേപോലെ കെയർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ DD എഡ്യൂക്കേഷനും അതേപോലെ JD LSTDയും പ്രത്യേകമായിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് പകൽ സമയങ്ങളിലെ ജോലി പലരും ഒഴിവാക്കി തുടങ്ങി. വഴിയോര കച്ചവടക്കാരും ഡ്രൈവർമാരും കർഷകരുമാണ് ഏറെ പ്രതിസന്ധിയിലായത്. കൊല്ലം കൂടി വരുന്നുണ്ട്. മരങ്ങളൊക്കെ മുറിക്കണ കാരണം കൊണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ പൊന്തില്ലേ, തണ്ണീർത്തടങ്ങളൊക്കെ വറ്റിപ്പോണ്. മനുഷ്യൻ തന്നെ എല്ലാത്തിനും കാരണം. ജില്ലയിലെ കൊടും ചൂട് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നത്. പൊള്ളുന്ന ചൂടല്ലിത്, ആളെ കൊല്ലുന്ന ചൂട്. ഇതേ സ്ഥിതി തുടർന്നാൽ പകൽ സമയങ്ങളിലെ ജോലി പൂർണ്ണമായി ഒഴിവാക്കേണ്ടി വരുമെന്നാണ് പാലക്കാട്ടുകാർ പറയുന്നത്. ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. തുടരുന്ന വടകര പോര്. 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL Finco, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വടകരയിൽ കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP വോട്ടുകൾ UDFന് നൽകാൻ പരസ്യ ധാരണയുണ്ടാക്കിയെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു.
വർഗീയ ചാപ്പ കുത്താനുള്ള ശ്രമം നടക്കില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. വടകരയിലും കോഴിക്കോട്ടും വോട്ടെടുപ്പ് നീണ്ടുപോയതിൽ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. വോട്ട് പെട്ടിയിലായിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കുറവില്ല. കോൺഗ്രസ് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് MV ഗോവിന്ദൻ. ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്നാണ് കോൺഗ്രസ് വാഗ്ദാനമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വടകര നിയോജക മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ UDFന് നൽകണമെന്ന ധാരണ പരസ്യമായി തന്നെ അതിന്റെ പ്രവർത്തകർ പറയുന്ന സ്ഥിതിയിൽ എത്തുകയുണ്ടായി. ഷാഫി പറമ്പിൽ വിജയിച്ചാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാമെന്ന വാഗ്ദാനവും സ്ഥാനാർത്ഥിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ഉറപ്പുകൂടി വന്നപ്പോൾ അതിന് കുറേയും കൂടി സ്ഥിരീകരണം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. മതേതര വോട്ടുകൾ മാത്രം മതിയെന്ന് പറഞ്ഞാണ് താൻ വോട്ട് പിടിച്ചതെന്ന് ഷാഫി പറമ്പിൽ. വർഗീയ ചാപ്പയ്ക്ക് വടകരയിലെ ജനം മറുപടി പറയുമെന്നും ഷാഫി. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചവർ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ടാണെന്നുള്ളതും. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. കോഴിക്കോട്ടെയും വടകരയിലെയും വോട്ടെടുപ്പ് വൈകിയതിനെതിരെയും ഓപ്പൺ വോട്ട് വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെയും കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ KPCC അവലോകന യോഗം അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് ചേരും. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 71.27% വോട്ട് രേഖപ്പെടുത്തി. വീട്ടിലെ വോട്ടും തപാൽ വോട്ടുകളും ഉൾപ്പെടെയാണ് അന്തിമ കണക്ക്. സംസ്ഥാനത്ത് ആകെയുള്ള 2,77,49,158 വോട്ടേഴ്സിൽ 1,97,77,478 പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽ 1,80,865 വോട്ടും 41,904 പോസ്റ്റൽ വോട്ടും രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ്, 78.41%. പത്തനംതിട്ട മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടിംഗ് നടന്നത്, 63.37%. 57,849 സൈനികരാണ് ഇക്കുറി സർവീസ് വോട്ടിന് അപേക്ഷിച്ചത്. ഇതിൽ 8,277 വോട്ടർമാർ ഏപ്രിൽ 27 വരെ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ തുടങ്ങുന്നതുവരെ സർവീസ് വോട്ട് സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ മധ്യപ്രദേശിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കാലുവാരി. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ഭാം പത്രിക പിൻവലിച്ച് BJPയിൽ ചേർന്നു. ഖജുരാഹോയിൽ കോൺഗ്രസ് വിട്ടുകൊടുത്ത സീറ്റിൽ മത്സരിക്കുന്ന SP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. ഇതോടെ മധ്യപ്രദേശിലെ 2ഇടത്ത് BJP ജയമുറപ്പിച്ചു. സൂറത്തിലെ ഷോക്കിൽ നിന്ന് കരകയറും മുമ്പ് കോൺഗ്രസിന് മധ്യപ്രദേശിൽ ഇരട്ട പ്രഹരം. ഇൻഡോറിലെ സ്ഥാനാർത്ഥി അക്ഷയ് ഭാം BJP നേതാക്കളോടൊപ്പം എത്തി പത്രിക പിൻവലിച്ച് BJPക്കൊപ്പം പോയി. ശങ്കർ ലാൽവാനി എന്ന BJP സ്ഥാനാർത്ഥി തുടർ ജയം ഉറപ്പിച്ചു. തുടർച്ചയായി BJP ജയിക്കുന്ന കോട്ടയിലാണ് കോൺഗ്രസിനെ ഈ വിധം തോൽപ്പിച്ചത്. സംസ്ഥാനത്ത് സർവ്വം മോദിമയമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ജനങ്ങൾ ഒപ്പം നിൽക്കുകയാണ്, ജയപരാജയത്തെക്കാൾ രാഷ്ട്രീയത്തിൽ പ്രധാനമെന്നായിരുന്നു കാലുവാരിയ അക്ഷയ് ഭാമിന്റെ ആദ്യ പ്രതികരണം. ഖജുരാഹോയിൽ മുന്നണി ധാരണ പ്രകാരം ഇത്തവണ സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥിയായ മീര യാദവിന്റെ പത്രിക തള്ളി. BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയാണ് ഇവിടെ ജയമുറപ്പിച്ചത്. സൂറത്തിലും പാളയത്തിൽ തന്നെയുള്ള ചതി സംശയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംബാനിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമ നടപടി തുടങ്ങുമെന്ന് നേതൃത്വം അറിയിച്ചിരിക്കെയാണ് മറ്റൊരു സംസ്ഥാനത്ത് അതിലും വലിയ ചതി നേരിടേണ്ടി വന്നത്. 24 മുംബൈ. KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിനിടെ ബസ് തടഞ്ഞിട്ടില്ല എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പൊളിഞ്ഞു. ബസ്സിന് കുറുകെ കാർ നിർത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രൈവർ ലൈംഗിക ചുവയോടെ പെരുമാറിയെന്ന പരാതി ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചു. ആരോപണം തള്ളിയ KSRTC ഡ്രൈവർ യദു തന്നെ കള്ളക്കേസിൽ കുടുക്കാനാണ് ശ്രമമെന്ന് പ്രതികരിച്ചു. അശ്രദ്ധമായി വാഹനമോടിച്ചെന്നാരോപിച്ചാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA എന്നിവർ KSRTC ബസ് ഡ്രൈവർ യദുവുമായി നടുറോഡിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടത്. പട്ടം പ്ലാമൂട് വെച്ച് ബസ് കാറിലടിക്കാൻ തുടങ്ങിയെന്നും ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നുമാണ് മേയറുടെ പരാതി. സ്ത്രീക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹം കാണിച്ചിട്ടുള്ള ആംഗ്യം എത്ര തന്നെ അദ്ദേഹം സാധൂകരിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ മാത്രമല്ല, നാളെ മറ്റ് ആളുകൾക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കണം. അതിന്
അതുകൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിന് ഇതിനു മുൻപും പല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ FIR ഉണ്ട്, കേസെടുത്തിട്ടുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണ്. ബസിന്റെ ട്രിപ്പ് മുടക്കിയെന്ന ഡ്രൈവറുടെ പരാതി മേയർ തള്ളിയിരുന്നു. എന്നാൽ ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കാർ നിർത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമാണ് സംഭവം. അശ്ലീലാംഗ്യം കാണിച്ചുവെന്ന ആരോപണം നിഷേധിച്ച ഡ്രൈവർ യദു മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയതെന്ന വാദം ആവർത്തിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ആദ്യം തൊട്ടേ ആ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ വീഡിയോസിലും ഉണ്ടല്ലോ, ആദ്യം തൊട്ടേ ഉണ്ട്. അവർ പറയുന്ന സംസാരവും മോശമായിട്ട് എൻ്റെ അടുത്താണ് മോശമായിട്ട് പെരുമാറിയത്. എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ക്ലിയറാണ്, അവർക്ക് എല്ലാവർക്കും അറിയാം, ക്ലിയറാണ്. എന്നിട്ട് ജോലിക്കാരൻ്റെ ഇപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞൊക്കെയാണ്, ഇന്ന് രാത്രി പോവേണ്ടായിരുന്നു. വിളിച്ച് സോറി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ആര്യയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. അന്വേഷണം കഴിയുന്നതുവരെ ഡ്രൈവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കേണ്ടെന്നാണ് KSRTCയുടെ നിർദ്ദേശം. യദു നേരത്തെയും അശ്രദ്ധമായി വാഹനമോടിച്ചതിന് കേസിൽപ്പെട്ടിട്ടുള്ളയാളാണെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. സംഭവത്തിൽ മേയർക്ക് ജാഗ്രതക്കുറവുണ്ടായിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ. 15 ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിലാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിചാരണ ടെസ്റ്റ് നടത്തിയത്. പരിശോധനയിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകും. കഴിഞ്ഞ 3 മാസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 60ഓളം ഉദ്യോഗസ്ഥർ പ്രതിദിനം 100-ലധികം ടെസ്റ്റുകൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഇതിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 15 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് മുട്ടത്തറയിൽ വിളിച്ചുവരുത്തി വിചാരണ ടെസ്റ്റ് നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ടെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഇത്രയും ടെസ്റ്റുകൾ എങ്ങനെ നടത്തിയെന്ന് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ടെസ്റ്റിനെടുക്കുന്ന സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകും. പിഴവ് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ബാക്കിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ ടെസ്റ്റിന് വിളിപ്പിക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി ജോൺ ഫെർണാണ്ടസ് ആണ് മരിച്ചത്. സർക്കാരിന്റെ നിഷേധാത്മക സമീപനമാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് ലത്തീൻ അതിരൂപത കുറ്റപ്പെടുത്തി. പുലർച്ചെ 3:30-യോടെയായിരുന്നു അപകടം. മീൻ പിടിക്കാൻ ഫൈബർ വള്ളത്തിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞത്. 6 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ഒഴുക്കിൽപ്പെട്ട ജോണിനെ രക്ഷിക്കാൻ മത്സ്യത്തൊഴിലാളികൾ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ 6 മണിയോടെയാണ് ജോണിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കഠിനംകുളം പുതുക്കുറിച്ചി സ്വദേശിയാണ് മരിച്ച ജോൺ. 64 വയസ്സായിരുന്നു. പുതുക്കുറിച്ചി സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. ഈ മാസം മുതലപ്പുഴയിലുണ്ടാകുന്ന 3ാമത്തെ അപകടമാണിത്. മുതലപ്പുഴയിലെ തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണം സർക്കാരിന് തീരദേശ ജനങ്ങളോടുള്ള അവഗണനയെന്ന് ലത്തീൻ അതിരൂപത കുറ്റപ്പെടുത്തി. നിരുത്തരവാദ സമീപനം തുടർന്നാൽ സമരത്തിനിറങ്ങേണ്ടി വരുമെന്നും അതിരൂപത പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ഡൽഹി പോലീസിന്റെ നോട്ടീസ്. മെയ് 1 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. രേവന്ത് റെഡ്ഡി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹാജരാക്കണം. കേസിൽ കോൺഗ്രസ് വാർ റൂം കോർഡിനേറ്റർ റിതോം സിംഗിനെ അസം പോലീസ് അറസ്റ്റ് ചെയ്തു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം റദ്ദാക്കുമെന്ന് അമിത്ഷാ പ്രസംഗിച്ചത് എഡിറ്റ് ചെയ്ത് പട്ടികജാതി സംവരണത്തിനെതിരെ സംസാരിക്കുന്ന തരത്തിലാക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിലാണ് നടപടി. BJPയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി പോലീസ് കേസെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ സമരം പുനരാരംഭിച്ച അതിജീവിത ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ് സമരം. കേസ് കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറുന്നതിൽ തടസ്സമുണ്ടെന്ന് IG അറിയിച്ചതായി അതിജീവിത പറഞ്ഞു. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കഴിഞ്ഞ 21-നാണ് പരാതി അന്വേഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി IGയെ ചുമതലപ്പെടുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 3 ദിവസത്തിനകം നൽകാമെന്ന് IG ഉറപ്പ് നൽകിയതോടെ അതിജീവിത സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തതോടെയാണ് സമരം പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിന്മേൽ മുഖ്യമന്ത്രി IG-നോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ IG-യെ കണ്ടപ്പോൾ 3 ദിവസത്തിനകം റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ 5 ദിവസമായി ഇതുവരെ മറുപടി ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ട് കിട്ടുന്നവരെ സമരം തുടരാമെന്ന് തീരുമാനിച്ചു. സർക്കാരും ആരോഗ്യവകുപ്പും ഒളിച്ചു കളിക്കുന്നുവെന്നും അതിജീവിത ആരോപിച്ചു. ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും 1 വർഷമായിട്ടും ഈ റിപ്പോർട്ട് തരാതെ ഇവരിങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടാണ് അതിജീവിതയുടെ സമരം. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ യുവതി പീഡനത്തിനിരയായത്. 24 കോഴിക്കോട്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക് ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ED അറസ്റ്റ് ചെയ്തതെന്ന് അരവിന്ദ് കെജ്രിവാൾ. അറസ്റ്റ് നിയമവിരുദ്ധമായതിനാലാണ് ജാമ്യ ഹർജി നൽകാത്തതെന്നും കെജ്രിവാൾ സുപ്രീം കോടതിയിൽ. ഹർജിയിൽ നാളെയും വാദം തുടരും. ആലപ്പുഴ വേമ്പനാട്ട് കായലിൽ ഹൗസ് ബോട്ട് മുങ്ങി അപകടം നടക്കുമ്പോൾ ബോട്ടിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആളപായമില്ല. തമിഴ്നാട് ചെന്നൈ ആവടിയിൽ മലയാളി ദമ്പതികൾ കൊല്ലപ്പെട്ടു. ആയുർവേദ ഡോക്ടറായ ശിവൻ നായർ, ഭാര്യ പ്രസന്നകുമാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഉത്തർപ്രദേശിൽ പുള്ളിപ്പുലി ആക്രമണത്തിൽ 3 പേർക്ക് പരുക്ക്. സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ ഹത്വ ഗ്രാമത്തിലെ വീട്ടിനുള്ളിലാണ് പുള്ളിപ്പുലിയെ കണ്ടെത്തിയത്. IPL ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ. കേരള മാക്സീവ ഫിൻവെസ്റ്റിന്റെ പുതിയ ആസ്ഥാന മന്ദിരം മെയ് 5-ന് ഉദ്ഘാടനം ചെയ്യും. ഇടപ്പള്ളി NH ബൈപ്പാസിലെ കോർപ്പറേറ്റ് ഓഫീസ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രധാനമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന TKA നായർ മുഖ്യ അതിഥിയാകും. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം സാനിയ മിർസയും ചടങ്ങിനെത്തും. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, വ്യവസായ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ടെന്നീസിലെ കൗമാര പ്രതിഭകൾക്ക് സാനിയ മിർസയുമായി സംവദിക്കുന്നതിന് മീറ്റ് ദി ലെജൻഡ് പരിപാടിയും സംഘടിപ്പിക്കും. മികച്ച ടെന്നീസ് പ്രതിഭകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നൽകുന്ന എയ്സ് പദ്ധതി ആരംഭിക്കുമെന്നും KLM ആക്സിവ ഫിൻവെസ്റ്റ് CEO മനോജ് രവി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം എന്നിവർ പറഞ്ഞു. പുതിയതായി നമ്മൾ നിയമിച്ചിട്ടുള്ളത് നയൻതാരയാണ്. നമുക്കറിയാം, ഇന്ത്യ മുഴുവൻ നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നയൻതാരയെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് ഈ വർഷം. അതുകൊണ്ട് തന്നെ 2000 ബ്രാഞ്ച് എന്ന ലക്ഷ്യം കൈവരിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നയൻതാരയുടെ പ്രസൻസ് തീർച്ചയായും ഉപകരിക്കും. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നത് ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചടങ്ങുകളിലും എല്ലാവരുടെയും വലിയ പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി വേണു ബാലകൃഷ്ണൻ. നമസ്കാരം.